ഹലോ, ഇന്നത്തെ ഈ വീഡിയോയിൽ സെയിൽസിൽ വരുന്ന ഒബ്ജക്ഷൻസ് ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്ഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്ഷൻ ആണ് ഡ്രോബാക്ക് ഒബ്ജക്ഷൻ എന്ന് പറയും. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാൻ ചെല്ലുന്ന നേരത്ത് ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഡ്രോബാക്ക് പറഞ്ഞുകൊണ്ട് അവർ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർ ടു എനി അതർ പ്രൊഡക്റ്റ്. സോ അവിടെ അതിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസിങ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ, ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഇതേ ഫീച്ചേഴ്സും ഇതേ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു പ്രൊഡക്റ്റിന് ഇത്രയധികം പ്രൈസ് ഇല്ല, പിന്നെ ഞങ്ങൾ ഇതിന് ഇത്ര പ്രൈസ് തരണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കാൻ പറ്റണം എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് വേണ്ട. ആക്ച്വലി അപ്പത്തി ഒബ്ജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർക്ക് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റോ സർവീസോ അവർക്ക് ആവശ്യം വരുന്നില്ല. ദേ ആർ ഹാപ്പി വിത്ത് വാട്ട് ദേ ആർ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട്, കസ്റ്റമർക്ക് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ അവര് CRM ഉപയോഗിക്കുന്നുണ്ടാവില്ല. CRM ഉപയോഗിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അവർ പറഞ്ഞു CRM ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഒരു CRM സോഫ്റ്റ്വെയർ ഞാൻ വാങ്ങുന്നത്? അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ CRM ഉപയോഗിച്ചാൽ കുറേ കൂടി സ്മൂത്ത് ആയിട്ട് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഒരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് അഥവാ മിസ്കൺസെപ്ഷൻ എന്ന് പറയും. തെറ്റിദ്ധാരണയുടെ പേരിൽ പലപ്പോഴും അത് വാങ്ങാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യം എടുക്കാം. പലപ്പോഴും ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഞാൻ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, നിങ്ങൾ ഇൻഷുറൻസ് കമ്പനീസ് ഒന്നും തന്നെ ക്ലെയിം വരെയൊക്കെ തരത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണ. അവിടെ നമുക്ക് എവിഡൻസസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറേ കൂടി കൺവിൻസസ് ആയിരിക്കും, കസ്റ്റമർ കൺവിൻസ് ചെയ്യാൻ എളുപ്പത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെപ്റ്റിസം ആണ്. സ്കെപ്റ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൗട്ട്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ഷാമ്പൂ ആണ് വിൽക്കണമെന്ന് വയ്ക്കുക. നിങ്ങൾ ഈ ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാൻഡ്രഫ് മുഴുവൻ പോകുമെന്ന് പറയുമ്പോൾ obviously customer will raise this kind of objection. skepticism എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒബ്ജക്ഷനെയാണ് സ്കെപ്റ്റിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, എല്ലാം വെറും ഫേക്ക് ആണ്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഡാൻഡ്രഫ് പോകത്തില്ല. അവിടെ നിങ്ങൾ സോഷ്യൽ പ്രൂഫിംഗ് കാണിച്ചു കഴിഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്ത് തീർക്കാൻ പറ്റും. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഒബ്ജക്ഷൻസ് ഇൻ സെയിൽസ്. കൂടുതൽ കണ്ടന്റിനായി വീഡിയോ ഫോളോ ചെയ്യുക.